ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ നല്ലത് വരട്ടെ. അപ്പോൾ ഗൈസ് കുറച്ച് കാലത്തിന് ശേഷം പിന്നെ ഒരു സ്റ്റഡി വ്ളോഗായിട്ട് വന്നിട്ടാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട് കാണായും. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇപ്പോൾ 5 മണിക്ക് നീക്കുന്നുണ്ട്. 2 ദിവസം ഒന്നും നീക്കാനായിട്ട് കാരണം എന്തോ ക്ഷീണമായിട്ട് പനീൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട്, പനിയല്ല ജലദോഷത്തിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് 2 ദിവസം നീക്കാനില്ല. അപ്പോൾ പിന്നെ 5 മണിക്ക് നീക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇവിടെ കാണാൻ നീറ്റപ്പോൾ തന്നെ ബെഡൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഫുൾ നന്നാവും തീരുമാനിച്ച്. ബെഡൊക്കെ ഫുൾ നീറ്റാണ്. പക്ഷേ എവിടെ നീറ്റില്ലെങ്കിലും ജയ്യാണ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ആൾക്കാരോട് ജയ്യിൻ്റെ റിസൾട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ജയ് എഴുതിയില്ല ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുക, കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് എന്നിട്ട് സ്റ്റഡി ചെയ്യുക. സ്റ്റഡി എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും നേരെ തുടങ്ങി. നിങ്ങൾ വിചാരിക്കും എന്താണ് ഹെഡ്സെറ്റിൽ ചെയ്യണമെന്ന്. എല്ലാവർക്കും അറിയാൻ മതിയാവും, മെഡിറ്റേഷൻ്റെ മ്യൂസിക് തന്നെയാണ്. അത് കേട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി കൂടുതൽ ചെയ്യാൻ കഴിയും. എനിക്ക് ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെറുതെ ഇതപ്പോൾ ഞാൻ 2 മിനിറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 5:15 അവനായിരുന്നു. കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are. അപ്പോൾ ഗൈസ് അങ്ങനെ 5:45 ഇതിന് വർക്കൗട്ടും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫോൺ വെച്ചിട്ടാണ് കേട്ടത്. ഇതല്ലായിരുന്നു ആദ്യം വെച്ച് വേറെ ആയിരുന്നു. പിന്നെ ഇത് ഇട്ടിട്ടാണ് വർക്കൗട്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും ഇനി ഫ്രഷ് ആവാണ്ട്, നല്ല തണുപ്പുണ്ട് വന്നാലും പറ്റില്ല, ഫ്രഷ് ആയേ പറ്റുള്ളൂ. കാരണം നല്ലൊരു ഉന്മേഷമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു സെറ്റ് രാവിലെ കുളിച്ചപ്പോൾ നല്ല, പിന്നെ അങ്ങോട്ട് ഉറക്കമൊന്നും വന്നില്ല. ഇപ്പോൾ നമ്മൾ കുളിക്കാതെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോഡ് ടു 50K ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഫ്രഷ് ആയി വന്നിട്ടാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ 6:15 ആവാനായപ്പോഴത്തിന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ച് വർക്കൗട്ട് ചെയ്ത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പല്ല് മാത്രം തേച്ചില്ല എന്നുള്ളൂ. പിന്നെ 7 മണിയായിട്ട് തേക്ക് കഴിച്ച്, കാരണം കുറച്ച് വെയിലൊന്നോട്ടെ. പിന്നെ ഞാൻ അവിടെ നോക്കുകയാണെങ്കിൽ കാണാം, ഞാൻ ഇപ്പോൾ സൈലത്തിൻ്റെ ലൈവ് കണ്ടിട്ടാണ് നോട്ട്സൊക്കെ ഉണ്ടാക്കുന്നത്. നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നോട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ കാണാൻ ഇത് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ ഒരു ലൈവിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആലോ ആൽക്കൻസ് ആൻഡ് ആലോ അറേൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് കൺസെപ്റ്റും ഉണ്ട്. അനന്തു സാറ് ക്ലാസ് ആയിരുന്നു, അതായത് എൻ്റെ ക്ലാസ്സല്ല, അറിയില്ല സൈലത്തിലെ. അപ്പോൾ പുള്ളിയുടെ ക്ലാസ് നല്ല മനസ്സിലായിരുന്നു. അങ്ങനെ നോട്ടൊക്കെ എഴുതിച്ച് പിന്നെ അങ്ങനെ ഓരോന്നിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻ അടക്കം ചെയ്തിട്ട്, ക്വസ്റ്റ്യൻ എഴുതിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ പബ്ലിക്കിന് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുറേ എണ്ണത്തിന് പ്രോബബിലിറ്റി, മാത്സിൻ്റെ ഇത് അത്യാവശ്യം വലുതാണ്. പിന്നെ കെമിസ്ട്രീൻ്റെ സൊല്യൂഷൻ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. ആലോ ആൽക്കൻസും ആലോ അറീനും ആണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ തീയതിയൊക്കെയാണെങ്കിൽ ഇതേപോലെ കാണാനും 13-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യാണ്, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഇതിൽ എഴുതി പഠിക്കലാണ്. ഇത് ഉണ്ടല്ലേ ഒരു A4 മടക്കിയിട്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി പഠിക്കുകയാണ്. എന്തായാലും എത്ര പഠിച്ചാലും ഓർഗാനിക്കൊക്കെ വൻ സീനാണ്. എത്ര പഠിച്ചാലും മറന്നു, കാരണം 5 പാടുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഏറെ ആയപ്പോഴത്തേനും ഒക്കെ റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള മാത്രം റിവൈസ് ചെയ്തിട്ടുള്ളൂ. അതെന്നെ ഇപ്പോഴും കുറേ റിയാക്ഷൻസ് ഒന്നും അറിയില്ല. അതിന് വെറും എടുത്ത്
ഈ 2 സൈഡ് മാത്രമാണ്. അതെങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്രയും ചെറുതാക്കി എഴുതിയുണ്ടാവും. ഉള്ളിലൊന്നും എടുത്തിട്ടും കൂടി ഇല്ല, പുറത്ത് മാത്രം. ഇത് മാത്രമൊന്നുമല്ല, എനിക്കൊരു നോട്ട്ബുക്ക് ഉണ്ട് ഇതാ കെമിസ്ട്രീൻ്റെ. അതിൽ ഇഷ്ടം പോലെ റിയാക്ഷൻസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമാണ്. ഏകദേശം 5 പേജിൽ കൊള്ളിച്ച 2 ചാപ്റ്ററിൻ്റെ. ഇനിയിപ്പോൾ എന്തായാലും ഏറെ ഇനിയിപ്പോൾ പല്ലേക്കാൻ പോയോട്ടെ. അപ്പോൾ ഗൈസ്, സൂര്യനെ കാണാനും അത്രയും ദൂരെയാണ്. അല്ല, അതൊക്കെ അവിടെ നിന്നൊക്കെ. പക്ഷെ വെയിൽ വന്നിട്ടില്ല. ഇവിടേക്ക് അധികം വെയിലൊന്നും ഇല്ല, ചെറിയ വെയിലുള്ളൂ. സാധാരണ 20 വെയിലൊക്കെ വരലുണ്ട്. ഇപ്പം എന്താ ഏരെയായിട്ടും വെയിലില്ലാത്തതെന്നാണ് ഞാൻ നോക്കണേ. എന്തായാലും വരട്ടെ, വരും. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഇപ്പോൾ സ്റ്റഡി ലീവ് ആണെന്ന്. അത് നമുക്കിപ്പോൾ ഏകദേശം ജനുവരി 5, 10 അപ്പോഴത്തെ നമുക്ക് മോഡൽ പ്രാക്ടിക്കൽ തുടങ്ങി. അപ്പം മുതൽ തുടങ്ങിയ സ്റ്റഡി ലീവാണ്. ഇനി ഫുള്ള് സ്റ്റഡി ലീവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവേണ്ടതാണ്. ആണെന്ന് ഒന്ന് കമൻറ്റ് ഇടുക. എപ്പോഴും സ്കൂളിലവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടുക, വെറുതെ അറിയാനാ. വോയിസ് അങ്ങനെ പല്ലൊക്കെ വെച്ച് ചാടിക്ക് വന്നിട്ടുണ്ട്. 2 ദോശയും പിന്നെ ചട്നിയാണ് എടുത്തിട്ടുള്ളത്. ചട്നിയാണുള്ളത്. അപ്പോൾ എന്തായാലും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഏകദേശം 9 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. നേരെ ഇവിടേക്ക് പോവാണ്. കക്കുവായിട്ടും പോകാണ്ട്, ഫോട്ടോ എടുക്കാണ്ട്, ജെയിൻ്റെ കൊടുക്കാൻ, സെക്കൻഡ് ഫേസിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ ഇരുന്ന് ഫോട്ടോ എടുത്താൽ പറ്റില്ല പറഞ്ഞു. അപ്പം ഇനി കക്കു പോയി എടുക്കണം. കക്കു ഇല്ലെങ്കിൽ ആരാട് പോകണം. അപ്പോൾ കുറേ നേരെ വൈകുന്നത് ചടപ്പാണല്ലോ. ജെയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? 9 ആപ്ലിക്കേഷനൊക്കെ ഫുള്ളാക്കണം ചെയ്ത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇന്നെന്തൊരു ദാരുണം പിടിച്ച ദിവസമാണെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങാടി പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ കംപ്ലൈൻറ്റ്. അങ്ങനെ 1 മണിക്കൂർ അവിടെ തന്നെ ഒത്തിരി 1.5 മണിക്കൂർ അവിടെ ഒത്തിരി. ലാസ്റ്റ് ഫോട്ടോ ഇട്ട് അക്ഷയ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അതും കൂടി ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു ജെയിൻ്റെ. അതും കൂട്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പം അവിടെയാണ് നിറച്ച ആൾക്കാർ. ഇനി അവിടെ ഒരു 1.5 മണിക്കൂർക്ക് ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇനി ഉച്ചയ്ക്ക് പോകണം. തന്നെ ഒക്കെ തീർക്കണം. ജെയിൻ്റെ കൂട്ട് എത്ര പാടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം അമ്മയായിരുന്നു കൊടുത്തത്, ഈ പ്രാവശ്യം അമ്മ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഫോട്ടോ ഒക്കെ ഞാൻ തന്നെ പോകണമല്ലോ. പിന്നെ ഒപ്പൊക്കെ ഇട്ടിന് എന്തൊക്കെയാ 11 ഇവിടെ എത്തിപ്പോയി. 9:00 പോയി. 1.5 മണിക്കൂർ വെറുതെ പോയി. അപ്പോൾ ഇതാ ഫോട്ടോയുടെ കാണാം. ഒരു 4 കിട്ടി 150 രൂപ. എനിക്കൊക്കെ അവിടെ നിന്ന് ചെറിയ ഒരു വെറുതെ എന്താണ് ആ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് കണ്ണിക്ക് ലൈറ്റ് അടിക്കുമ്പോൾ എന്തൊക്കെയാ ആവുക. ഇനി എന്തായാലും പഠിത്തം സ്റ്റാർട്ട് ആയിട്ട് നമ്മൾ നോക്കാം ഏതാ പഠിക്കുക എന്നുള്ളത്. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ട് നോക്കട്ടെ. ഏകദേശം 11:10 ആയിട്ടുണ്ട്. വെക്ടർ ആൾജിബ്രയും പിന്നെ ഏതാ 3 ഡയമെൻഷണൽ ജോമെട്രിയും കൂടി ഉള്ള ലൈവാണ്. ഏകദേശം 1 മണിക്കൂറും 29 മിനിറ്റും ഉണ്ട്. സിമ്പിളായിട്ട് തീരും, ഇന്നെ തീരും. അത് കഴിഞ്ഞൊരു ടൈം ഉണ്ട്. ഞാൻ ഓരോ ദിവസം 2 ചാപ്റ്റർ വെച്ച് തീർക്കാനാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞാണല്ലോ നാൾ സ്റ്റഡി പ്ലാനിൽ. അപ്പോൾ നോക്കണം. ഇന്ന് 2 ചാപ്റ്റർ എടുത്തിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇന്നലെയൊക്കെ അമീൻസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളിരുന്നത്. ഞാൻ തീരെ പഠിക്കാത്ത ചാപ്റ്ററാണ്. എന്നിട്ട് തന്നെ ഞാൻ ലാസ്റ്റ് ഗെയിമൊക്കെ കളിച്ച് അതിനെപ്പറ്റിയൊക്കെ പറയാതൊക്കെ വേണം. എന്തായാലും നേരെ തുടങ്ങി. ഏകദേശം 1 രൂപ കഴിഞ്ഞിട്ടുണ്ട്. 1 രൂപ കറക്റ്റാണ്. 3D തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 55 മിനിറ്റോളം കണ്ടു. ഇനി എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ചോറ് നിന്നിട്ട് കാണാൻ വെച്ച് 1 രൂപ മുതൽ ഒരു 2:10 വരെ ബ്രേക്ക് എടുക്കാൻ വെച്ചു. 2:10, 2:15 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ വരും. പിന്നെ ഇതാ ഇതിലിങ്ങനെ ക്വസ്റ്റ്യൻസ് ഫുൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു പേപ്പറും കൂടി ഇതിപ്പോഴേ പിന്നടിക്കില്ല. ഞാൻ അടുത്ത ചാപ്റ്ററും കൂടി ഉണ്ടല്ലോ, 3D കൂടി കണ്ടു കഴിഞ്ഞിട്ട് 2 കൂടി ഒപ്പരം പിന്നടിക്കാൻ വെച്ച്. അവിടെ നോക്കിയാൽ കാണാം 1 കിലോ ക്ലിയർ ഉണ്ട്. 1 കിലോ ന്യൂസ് പ്രിൻ്റ് വാങ്ങി. ഞാൻ അമ്മേനോട് 40 ഉറുപ്പിക അങ്ങനെ അറിഞ്ഞ്. ഇതിപ്പോൾ 80 ഉറുപ്പിക 1 കിലോ കിട്ടി. 1 കിലോ ഒന്നും എന്തായാലും ആവശ്യമുണ്ടാവില്ല. എന്നാലും നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതിപ്പോൾ അധികം യൂസ് ചെയ്യില്ല കേട്ടോ ഈ സ്റ്റേറ്റ്. കാരണം ഇത് ഭയങ്കര ചടപ്പാണ്. ആദ്യം രസമായിരുന്നു, പിന്നെ ചടച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു പൊടിയായാൽ തന്നെ ഭയങ്കര സീൻ. നിങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങണ്ട. മാക്സിമം ന്യൂസ് പ്രിൻ്റ് വാങ്ങുക. എഡിറ്റ് ചെയ്ത് ന്യൂസ് പ്രിൻ്റ് ആണെങ്കിൽ അത്ര വാല്യൂ ഇല്ല. പക്ഷെ ഇത് എത്ര ആണെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബ്രേക്കാണ്. ഇപ്പോൾ ഏകദേശം 2:15 എന്നിട്ട് 2:20 ആയിട്ടുണ്ട്. അപ്പം ഇനി നേരെ 3D കാണാൻ പോവാണ്. ഇപ്പം തന്നെ ഹൈപ്പർ ലാബ്സിൽ ക്ലിയർ. അത് കഴിഞ്ഞിട്ട് അമീൻസിൻ്റെ ഒരു 45 മിനിറ്റോളം ബാക്കിയുണ്ട്. അതും കാണണം.
അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് ഹൈപ്പർ ലാപ്സിലൊക്കെ കഴിഞ്ഞിപ്പോൾ വെക്കണം എന്ന് അറിയില്ല. എന്തായാലും നേരെ തുടങ്ങി. ഗൈസ് നല്ല രീതിയിലൊരു കിണ്ണം പണിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബുക്കിലെല്ലാം ഇതിനല്ലോ മാത്സ്, അതിൽ 3D നോക്കിയിട്ട് എവിടെയും കാണാനില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്രിസ്മസ് എക്സാമിന് ഞാൻ 3D എന്നുള്ളത് ഞാൻ പഠിക്കേണ്ട വിചാരിച്ചിരുന്നു. പിന്നെ അറിയാതെ പഠിച്ചു പോയപ്പോൾ അറിയാതെല്ലാം അറിഞ്ഞുകൊണ്ട് പഠിച്ചപ്പോൾ തന്നെ വേറെ ഏത് A4 എഴുതി വെച്ച് പോയി. ഈ നോട്ടിൽ എഴുതാണ് അതാണ് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അത് കണ്ട് ഞാൻ എഴുതണം നോട്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഞാൻ ഇതൊക്കെ എവിടേക്കോ കണ്ട പരിചയമുള്ളല്ലോ. അപ്പോഴാണ് ഞാൻ ഈ ബുക്ക് നോക്കണം, അപ്പോൾ കാണില്ല. പിന്നെ തൂക്കിയിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ ഇതിൻ്റെ ക്ലാസ് കാണണം പോയിട്ട്. തേഞ്ഞല്ലേ, ഒന്നും പറയല്ലേ. അപ്പം എന്നത് ഞാൻ എന്തൊക്കെ വിചാരിച്ചിരുന്നു, ഉച്ചയാകുമ്പോഴത്തേന് കഴിയും ഈ ക്ലാസ് കഴിയും. എന്നിട്ട് പിന്നെ മീൻസ് നോക്കിയിട്ട് പിന്നെ എന്തൊക്കെയോ റിവിഷൻ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നു. അപ്പം ഞാൻ എന്തായാലും ക്ലാസ് വിട്ട് 3Dൻ്റെ ക്ലാസ് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ എനിക്ക് കുറച്ച് തരണപ്പോൾ 57 മിനിറ്റിൻ്റെ ഒരു 3Dൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ലൈവ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് പോകുമ്പോൾ കണ്ടു തന്നെയാണ് കിട്ടിയത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് 6 മണീൻ്റെ മുന്നേ തന്നെ നമ്മൾ ക്ലാസ് തീർത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെയും തീർത്തിട്ടുണ്ട്, 3D വെക്ടർ ഓൾജിബ്രയും 3Dൻ്റെ തീർത്തിട്ടുണ്ട്. ആ ചാപ്റ്ററും കണ്ടു പഠിച്ചിട്ടുണ്ട്. 6 മണീൻ്റെ ഉള്ളിൽ തീരുന്നു ഞാൻ വിചാരിച്ചില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ സ്പീഡിലിട്ട് കണ്ട്. ലാസ്റ്റ് സാറ് മോട്ടിവേഷൻ കണ്ടായിരുന്നു, കിണ്ണ മോട്ടിവേഷൻ ഒന്ന് കേട്ടൊക്കെ ജസ്റ്റ് ഇത്തിരി ാണ് ആ ഒരു റീല് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഹാർഡ് വർക്ക് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. മാർക്കൊക്കെ എപ്പോഴും 2ാം സ്ഥാനത്താണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിജയിച്ചു. മാർക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വരും വർഷങ്ങളിലെ ഏറ്റവും മികച്ചൊരു തലമുറയായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് അല്ലെങ്കിൽ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഇനി വീണ്ടും കാണാമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്. അപ്പോൾ ഒരു 5-8 മിനിറ്റ് മോട്ടിവേഷൻ ആയിരുന്നു, കിണ്ണ മോട്ടിവേഷൻ ആയിരുന്നു. നല്ല സീൻ തന്നെ. അപ്പോൾ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ എന്തായാലും 7:15-7:30 വരേക്ക് ബ്രേക്കും. കാരണം എന്തിനാ അത്രയും ബ്രേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം. പിന്നെ ചോറുന്നുണ്ട്, ചോറൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരല് പോകും. കാരണം ഇപ്പോഴേ ചോറിന് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ 7:30 ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 7:40 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പഠിക്കാൻ പോവാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്. അമീൻസാണ് നോക്കണം. ഏകദേശം 45 മിനിറ്റോളം ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു, അത് കാണണം. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഏതെങ്കിലുമൊക്കെ എടുത്ത് റിവൈസ് ചെയ്യുന്നുണ്ട്. ടൈം ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗൈസ് 9:30 ആയപ്പോഴത്തേന് ക്ലാസ്സൊക്കെ കണ്ട് തീർത്തിട്ടുണ്ട്. ഏതായിരുന്നു അമൈൻസ് അതൊക്കെ കണ്ട് തീർത്തിട്ടുണ്ട്. ലാസ്റ്റിക്ക് എന്തൊരു ചടപ്പുകൾ കപ്പിറ്റേഷനൊക്കെ എത്തുമ്പോൾ അതെല്ലാ പാടത്തിൻ്റെ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയാണ്. ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഫുള്ള് ചടപ്പാവലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് സൊല്യൂഷനിലാണെങ്കിൽ മറ്റേ വാൻ ഓഫ് ഫാക്ടർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ചടപ്പ്. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല സൊല്യൂഷനില്ലാത്ത. എന്തായാലും പറയുക മറ്റേ കെമിസ്ട്രി 2ാമത്തെ പാഠം ഇലക്ട്രോ കെമിസ്ട്രി. അതിലൊക്കെ ലാസ്റ്റിക്ക് ബാറ്ററിൻ്റെ ഒക്കെ ചണ്ണി എന്ന് പറഞ്ഞാൽ ചണ്ണി വേറെ ഒന്നും പറയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ എൻ്റെ ആവുകയാണ്. 9:30 ആയപ്പോൾ നിർത്തണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10:30 ഉറങ്ങണം, എന്നാലും 5 മണിക്ക് എനിക്ക് കഴിയുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ എഡിറ്റൊക്കെ ചെയ്യാണ്ട് കുറച്ച് ഇത് ലാസ്റ്റ് സ്റ്റഡി വ്ലോഗ് ആയിരിക്കും. മോഡൽ എക്സാമിന് മുന്നേ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വേറെ എന്താ പ്രതീക്ഷിക്കാൻ? അത്ര തന്നെ. രാവിലെയും ചന്ദ്രനൊക്കെ അതവിടെ കാണുന്നത്. ഇപ്പോൾ നല്ല പൂർണ്ണ ചന്ദ്രനാണ് കേട്ടോ കുറേ ദിവസത്തേക്ക്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ചോട്ടയൊക്കെ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്സ്. അപ്പോൾ ഗൈസ് 7:35 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോണ എന്തെങ്കിലും റിവിഷൻ ചെയ്യണം. റിഡോക്സ് റിയേഷൻ അല്ല തേങ്ങ എന്താ ഞാൻ പറയണേ. ഇതിക്ക് എന്താ പറയല്ലേ ജി പൊട്ടത്തി. കണ്ണീരൊന്നും വേണ്ട, മനം കൊള്ളും നോവും വേണ്ട, ഹരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താള
I'm